വള്ളിക്കോട് ഗ്രാമപഞ്ചായത്ത് എല്ലാ രംഗത്തും മികച്ച വികസന നേട്ടം കൈവരിച്ചതായി കോന്നി എം.എൽ.എ. കെ.യു. ജനീഷ് കുമാർ പറഞ്ഞു. വള്ളിക്കോട് ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 5 വർഷത്തെ ഭരണസമിതിയുടെ നേട്ടങ്ങൾ പഞ്ചായത്തിൽ ദൃശ്യമാണ്. അനുവദിച്ച മുഴുവൻ തുകയും പഞ്ചായത്തിൽ വിനിയോഗിക്കപ്പെടാൻ ഭരണസമിതിക്ക് സാധിച്ചെന്നും എം.എൽ.എ. പറഞ്ഞു. കാർഷിക ഇടപെടലിലൂടെ 150 ഹെക്ടർ ഭൂമി കൃഷിയോഗ്യമാക്കി. കൃഷി ഉപേക്ഷിച്ച കർഷകരെ തിരിച്ചു കൊണ്ടുവന്നു. വള്ളിക്കോട് ശർക്കര പുതിയ മാതൃകയിൽ സ്വന്തം ബ്രാൻഡിൽ സൃഷ്ടിച്ചു. പഞ്ചായത്തിൽ റോഡ്, ആശുപത്രി, സ്കൂൾ, കുടിവെള്ള പദ്ധതി തുടങ്ങി എല്ലാ മേഖലയിലും മാറ്റങ്ങൾ സൃഷ്ടിച്ചു. കൈപ്പട്ടൂർ ഏഴംകുളം റോഡ്, ചന്ദനപ്പള്ളി, കോന്നി, വള്ളിക്കോട്, കൈപ്പട്ടൂർ തുടങ്ങിയ റോഡുകൾ ആധുനിക നിലവാരത്തിലേക്ക് ഉയർത്താൻ സാധിച്ചതായും എം.എൽ.എ. കൂട്ടിച്ചേർത്തു. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കാലാവധി അവസാനിക്കാൻ ഇനിയും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്നലെ നറുക്കെടുപ്പ് നടന്നു. സംഭരണ വാർഡുകളെല്ലാം നിശ്ചയിച്ചു. ഇനി ഏതു സമയവും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാം. ഈ ഭരണസമിതിയുടെ കാലാവധി കഴിയാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ 5 വർഷം നാടേൽപ്പിച്ച ഉത്തരവാദിത്തം എത്രമാത്രം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നതിനെ സംബന്ധിച്ച് ജനങ്ങളോട് വിശദീകരിക്കപ്പെടുക, അവരുടെ കാഴ്ചപ്പാടുകൾ ജനങ്ങളുമായി സംസാരിക്കുക, നാട്ടിൽ നടപ്പിലാക്കിയ ഡെവലപ്മെൻറ്റുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുക, ഇതെല്ലാമാണ് ഈ വികസന സദസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഞ്ചായത്തിൽ 34 കോടി രൂപയോളം അടിസ്ഥാന സൗകര്യ വികസനത്തിനായി വിനിയോഗിക്കാൻ സാധിച്ചതായി അധ്യക്ഷത വഹിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ. മോഹൻ നായർ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെയും ത്രിതല പഞ്ചായത്തുകളുടെയും വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കാനും ഭാവി വികസനത്തിന് പൊതുജനാഭിപ്രായം സ്വരൂപിക്കാനുമായാണ് വികസന സദസ്സ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ഇ ഹെൽത്ത് രജിസ്ട്രേഷനുള്ള ഉപകരണത്തിന്റെ ഉദ്ഘാടനവും എം.എൽ.എ. കെ.യു. ജനീഷ് കുമാർ നിർവഹിച്ചു. മികച്ച പ്രവർത്തനം നടത്തിയ ഹരിതകർമ്മ സേനാംഗങ്ങളെ അനുമോദിച്ചു. തെളിനീർ കുടിവെള്ള പദ്ധതിക്കായി ഭൂമി ദാനം നൽകിയ ഡോക്ടർ കെ. ശ്രീനിവാസൻ, പി.സി. ചാക്കോ, ടി. ജെയിംസ് എന്നിവരെയും ആദരിച്ചു. റിസോഴ്സ് പേഴ്സൺ എൻ. പ്രകാശ് വികസന സദസ്സിന്റെ ലക്ഷ്യം വിശദീകരിച്ചു. തുടർന്ന് വിവിധ മേഖലകളിലെ സർക്കാരിന്റെ നേട്ടം സംബന്ധിച്ച് വീഡിയോ പ്രദർശിപ്പിച്ചു. പഞ്ചായത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പദ്ധതികളും സംബന്ധിച്ച് സെക്രട്ടറി പി. ജെ. രാജേഷ് കുമാർ വീഡിയോ പ്രദർശനവും അവതരണവും നടത്തി. ഭാവി വികസനത്തെക്കുറിച്ച് ചർച്ചയും നടന്നു. കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നീതു ചാർലി, പ്രസന്ന രാജൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോജി പി. ജോൺ, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഗീത, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എം. പി. ജോസ്, പ്രസന്നകുമാരി, അംഗങ്ങളായ സുധാകരൻ, ലക്ഷ്മി, തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോന്നി.